ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. പൊന്മുണ്ടം ബൈപ്പാസിന് നൽകിയ 4 കോടി രൂപ റോഡിനുള്ള സ്ഥലം വാങ്ങാനാണെന്ന പ്രദേശത്തെ ജനങ്ങളെ LDF സ്ഥാനാർത്ഥി തെറ്റിദ്ധരിപ്പിച്ചതായി കുറുക്കുളി മൊയ്തീൻ ആരോപിച്ചു. സ്ഥലം വാങ്ങാനാണ് പണം അനുവദിച്ചതെങ്കിൽ അതിനുള്ള തെളിവ് ആ നാട്ടുകാർക്ക് മുന്നിൽ LDF സ്ഥാനാർത്ഥി ഹാജരാക്കണമെന്നും കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. പൊന്മുണ്ടം ബൈപ്പാസിന് നൽകിയ 4 കോടി രൂപ റോഡിനുള്ള സ്ഥലം വാങ്ങാനാണെന്ന പ്രദേശത്തെ ജനങ്ങളെ LDF സ്ഥാനാർത്ഥി തെറ്റിദ്ധരിപ്പിച്ചതായി കുറുക്കുളി മൊയ്തീൻ ആരോപിച്ചു. റോഡ് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വാങ്ങണമെന്നാണ് സർക്കാർ നയം. PC പടിയിൽ നിന്ന് മീശപ്പടിയിലേക്ക് കോട്ടിലത്തറ പാല നിർമ്മിച്ചാണ് നിലവിൽ ബൈപ്പാസ് ഒരുക്കുന്നത്. താനൂർ മണ്ഡലത്തിൽ സൗജന്യമായി സ്ഥലം വാങ്ങി റോഡ് നിർമ്മിച്ചു. തിരൂർ മണ്ഡലത്തിൽ റോഡ് നിർമ്മിക്കാൻ 4 കോടി രൂപ അനുവദിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ പണം സ്ഥലം വാങ്ങാനാണെന്നാണ് LDF സ്ഥാനാർത്ഥി പറഞ്ഞത്. താനൂരിലെ പഴയ MLA ഇന്നലെ അവിടെ വന്ന് യോഗം വിളിച്ചു കൂട്ടി ഇവിടെ ഈ സ്ഥലം വാങ്ങാനുള്ള പണമാണ് അനുവദിച്ചിട്ടുള്ളത് സർക്കാർ എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്കതൊന്ന് തെളിയിച്ചു തരണം. സ്ഥലം വാങ്ങാനാണ് ഈ 4 കോടി രൂപ വഹിച്ചിട്ടുള്ളത് എന്നുള്ളതിന് തെളിവ് ഈ നിവാസികളുടെ നാട്ടുകാരെ തിരൂരക്കാരുടെ മുമ്പിൽ ബഹുമാന്യനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒന്ന് തെളിയിച്ചു തരണം. അത് എന്ത് രേഖയാണ് നിങ്ങൾക്ക് തെക്കാനുള്ളത്? എന്നോട് പറഞ്ഞത് ഫ്രീ സറണ്ടറിൽ ഭൂമി കിട്ടണമെന്നാണ്. താനൂരിൽ ചെയ്തതും അങ്ങനെയാണ്. അപ്പോൾ തിരൂർക്ക് വരുമ്പോൾ വില കൊടുത്ത് വാങ്ങണം എന്ന് അവിടുത്തെ ഭൂമി ഉടമകളോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭൂമി വാങ്ങാനാണ് പൈസ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത്രയും തെറ്റിദ്ധാരണ പരത്തുന്ന, വിദ്വേഷം പരത്തുന്ന നയങ്ങൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വളരെ ഖേദമുണ്ട്, ദുഃഖവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, ഞാൻ അവിടുത്തെ നിവാസികൾ കേൾക്കാൻ പറയുകയാണ്, ഈ റോഡിൻ്റെ മറുവശം താനൂർ മണ്ഡലത്തിലെ ഭാഗം എങ്ങനെയാണോ ഭൂമി എടുത്തത് അങ്ങനെയാണ് ഇവിടെയും ഭൂമി കിട്ടേണ്ടത്. ഒരു പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേ നയമാണ്, 2 നയം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ റോഡ് ഭംഗിയായി റോഡ് പണിയാനുള്ള 4 കോടി രൂപയാണ് ഞാൻ നീക്കി വെച്ചിട്ടുള്ളത്. താനൂരിൽ സൗജന്യമായും ഇവിടെ പണം കൊടുത്തും റോഡിലുള്ള സ്ഥലം ഏറ്റെടുക്കണമെന്ന തരത്തിലാണ് പറയുന്നത്. താനൂരിൽ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരൂരിലും കൊടുക്കും. ഇത്രയും തെറ്റിദ്ധാരണയും വിദ്വേഷവും പരത്തുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിൽ ഖേദമുണ്ടെന്നും കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. എന്തായിരുന്നു ഇവിടുത്തെ പഴയ അവസ്ഥ? ഒരു കോൺക്രീറ്റ് പാലം നടന്നു പോകാനുമുള്ള, അത് തകർന്നു വീണല്ലോ ഒരു കാലത്ത്. ഈ പരിസരവാസികൾ അത് മറന്നോ? 3 കൊല്ലം അത് നന്നാക്കാതെ കിടന്നില്ലേ? 3 വർഷം. ആരാണ് അന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ? ആരായിരുന്നു അന്നത്തെ MLA? മരിച്ചുപോയ ബഹുമാന്യനായ എൻ്റെ സുഹൃത്തായിരുന്ന PP അബ്ദുൽകുട്ടി സാഹിബായിരുന്നു. എന്തേ ആ പാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ? പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ മറന്നാലെങ്ങനെ? മമ്മൂട്ടി വയനാട്ടുകാരൻ എന്നൊക്കെ പരിഹസിച്ചു ചില ആളുകൾ. മമ്മൂട്ടി വേണ്ടി വന്നില്ലേ കാക്കടവിലേക്ക് ഈ തൂക്കുപാലം കൊണ്ടുവരാൻ? പ്രത്യേക ഫണ്ട് കലക്ടർ സാന്നിധ്യത്തിൽ മീറ്റിംഗ് കൂടി അതിനുവേണ്ടി ലഭ്യമാക്കിയാണ് ഈ പാലം പണിതത്. ഇന്ന് ആ പാലം മതിയാകാതെ വന്നിരിക്കുകയാണ്. അവർക്ക് കാൽനട പോരാ, വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സംവിധാനം ഉണ്ടാകണം.